ഹലോ, നാട്ടിലെ ഓണം പോലെ കേട്ടോ ഗുജറാത്തിൽ ഗർഭ ഡാൻസും നവരാത്രിയും 9 ദിവസത്തെ പൂജയും കാര്യങ്ങളും വ്രതവും ഒക്കെ കഴിഞ്ഞൊരു ഡാൻസ് കളിയുണ്ട്. ഈ 9 ദിവസമുള്ള ഡാൻസ് കളിയാണ് കേട്ടോ ഗർഭ ഡാൻസ്, ഡാൻഡിയ എന്നൊക്കെ പറയും. കാണാൻ നല്ല ഭംഗിയാണ്. അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ്, അവരുടേതായ കാര്യങ്ങൾ, ഡാൻസിൻ്റെ സ്റ്റെപ്പ്. ഒരു സ്റ്റെപ്പ് തെറ്റിയാലുണ്ടല്ലോ അടുത്തുള്ളവർ വന്ന് ഇടിച്ചിടും കേട്ടോ. അങ്ങനെയാണ് ഇവരുടെ സ്റ്റെപ്പ്. നല്ല താളത്തിലും നല്ല രസത്തിലാണ് കളിച്ചു പോകുന്നത് കാണാൻ. അപ്പോൾ അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിലെ ഓണം പോലെ തന്നെ ഭയങ്കര തിരക്ക്. ഇങ്ങനെ വഴിയരികിൽ ഇവരുടെ ഡ്രസ്സുകൾ ഇങ്ങനെ കച്ചവടം ചെയ്യും കേട്ടോ. പക്ഷെ നമ്മുടെ നാട് ഇതല്ല. പക്ഷേ നമ്മൾ വേറെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ വില കൂട്ടിയെടുക്കുവേ. നല്ല രസമാണ് ഇവിടുത്തെ ഡ്രസ്സ്. രാത്രി കാണുന്ന തിളക്കമുണ്ടല്ലോ, അടിപൊളിയാട്ടോ. ഭയങ്കര തിരക്കായി ഡ്രസ്സൊക്കെ വാങ്ങാം. ഇപ്പോൾ എല്ലാ ഫംഗ്ഷനും തീരാറായി. ഏകദേശം 9 ദിവസത്തോടെ അടുക്കാറായി കേട്ടോ. എന്നാൽ ഈ 9 ദിവസം രാത്രി ഉറക്കളച്ച് ഇവിടുന്ന് ഡാൻസ് കളിച്ചിട്ടാണ് പോകുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഡ്രസ്സുകളെ ഒക്കെ വാങ്ങണം എന്നുണ്ട്. എന്നാലും നമുക്കിവിടെ സമയമില്ല നിർത്താൻ. ഇവിടെ ഭയങ്കര ട്രാഫിക്കൊക്കെയാണ്. ഈ ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, അവരുടേതായ ഓർണമെൻറ്റ്സ് എല്ലാം ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ നാട്ടുകാരെ വിളിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും നമുക്ക് ബെറ്റർ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം കണ്ടു പോകുന്നേ ഉള്ളൂ. നിർത്തണം വാങ്ങണമെന്നൊക്കെയുണ്ട്. കാരണം മോളുടെ സ്കൂളിൽ പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു ദിവസം വരാം എന്ന് കരുതിയിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. അപ്പോൾ രാത്രി കുറച്ച് സമയം കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വെളിയിലിറങ്ങി നടക്കുന്നതും കാണാനും ഒക്കെ ഭയങ്കര രസമാണ്, പ്രത്യേകിച്ച് ഈ ഫംഗ്ഷൻ ടൈമിൽ. അപ്പോൾ എനിക്കൊരു വഞ്ചിപ്പെട്ടിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയേ.